Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ RBL ബാങ്ക് നമ്മുടെ ബജാജ് RBL സൂപ്പർ കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർക്കാണ് അറിയായിരിക്കും, എൻ്റെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബജാജിൻ്റെ RBL ആയിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ കാർഡായിരുന്നു. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ്. അതായത് ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 to 6 years ആയിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പക്ഷേ ഈ RBL ബാങ്കിൻ്റെ കാർഡുകൾക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ ക്രെഡിറ്റ് ലിമിറ്റ് മര്യാദയ്ക്ക് ഇൻക്രീസ് ചെയ്ത് തരില്ല. അപ്പോൾ കുറേ പേര് ഉപയോഗിക്കുന്നവർക്കും ക്രെഡിറ്റ് ലിമിറ്റ് ചിലപ്പോൾ അപ്ഗ്രേഡും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 5-6 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് ക്രെഡിറ്റ് ലിമിറ്റ് ഓഫർ വന്നിരിക്കുന്നത്, അതായത് ഇൻക്രീസ് ഓഫർ വന്നിട്ടുണ്ടാകുന്നത്. എനിക്കെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ എനിക്കത് 55,000 സംതിങ് രൂപയൊക്കെ ആയിരുന്നു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരുന്നു ആദ്യം 5-6 കൊല്ലം മുമ്പ് കിട്ടാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു ഇൻക്രീസ് വന്നത്. അത് ഒരു 10,500 സംതിങ് റേഞ്ച് മാത്രമാണ് ഇൻക്രീസ് കിട്ടിയത്. അതായത് അത് ഡയറക്റ്റ് 17 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ് നമുക്ക് 67,500 മാറിയിട്ടുണ്ടായിരുന്നു. 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഓഫർ തന്നെ വന്നത്. പിന്നെ അതിന് ശേഷം ഒരൊറ്റ ഓഫർ വന്നിട്ടുണ്ടാവില്ല. ഞാൻ ആക്ച്വലി അത് അധികം ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ ഇപ്പോൾ വേറെ കുറേ ഡിഫറൻസ് നമ്മൾ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഉണ്ടായിരുന്ന കാർഡ് നമ്മളങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് വല്ലപ്പോഴും ഡീആക്ടിവേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും ചിലപ്പോൾ യൂസ് ചെയ്താൽ അതിനുള്ളൂ. പിന്നെ ഓഫർ ഉണ്ടെങ്കിൽ ആമസോണിലോ ഓഫർ വരുമ്പോൾ അങ്ങനെയൊക്കെ മാത്രം നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമലി എല്ലാ കാർഡുകൾക്കും ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ 30% താഴെ ക്രെഡിറ്റ് ലിമിറ്റ് യൂസേജ്, അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരും. നോർമലി എല്ലാ ബാങ്കിൻ്റെ കാർഡുകളിലും ഇത് വരാറുള്ളതാണ്. അതിൽ RBL കാർഡിൻ്റെ കാര്യത്തിൽ ശരിക്കും ഈ സാധനം ഭയങ്കര ലാഗാണ് കേട്ടോ. ഭയങ്കര ആക്ച്വലി അവർ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ കൊടുക്കുന്നത് ഭയങ്കര മിനിമലിസ്റ്റായിട്ട് കൊടുക്കുന്നത്. ചില പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രം അവർ റെഗുലറായിട്ട് ഈ ഇൻക്രീസ് ഓഫർ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറേ പേർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ബജാജ് RBL കാർഡുള്ളവർക്ക് നോർമലി ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് അങ്ങനെ കൊടുക്കാറില്ല ഇവർ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി റീസെൻ്റ്ലി ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് RBL കാർഡിന് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് കുറേ കാലം ഇപ്പോൾ കാര്യം ഓഫറും ലിമിറ്റ് ഇൻക്രീസും കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചു ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് ഓഫർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. എല്ലാത്തരം ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി പറഞ്ഞു വന്നത്, ഞാൻ ആക്ച്വലി ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ഇവർക്കൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, supercards@rblbank.com. ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട് ഇവരുടെ കസ്റ്റമർ കെയറിന്. നമ്മുടെ നോർമൽ RBL ക്രെഡിറ്റ് കാർഡിൻ്റെ കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി ഡിഫറൻ്റ് ആണ്. ഇവർക്ക് സെപ്പറേറ്റ് ആണ്. സൂപ്പർ കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോബ്രൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ DBS ബാങ്കുണ്ട്, RBL ബാങ്കുണ്ട്, അങ്ങനെ സെപ്പറേറ്റ് വേറെ ബജാജിന് അങ്ങനെ കുറേ 2 സെപ്പറേറ്റ് ബാങ്കായിട്ട് ടൈപ്പുള്ള ഒരു സൂപ്പർ കാർഡ്സ് വേണമെങ്കിൽ പറയുന്നത്. ആക്ച്വലി എന്താ കുറച്ച് നോർമൽ കാർഡിനെക്കാട്ടും കുറച്ച് ബെനിഫിറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓഫർ വൈസ് കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇവർക്ക് കുറേ വേരിയൻ്റ് ഉണ്ട്. 499 രൂപ തൊട്ട് 4,999 രൂപ വരെയുള്ള ആനുവൽ ചാർജും അതുപോലെ തന്നെ ജോയിനിങ് ചാർജും വരുന്ന കാർഡുകൾ ഇവരുടെ ഈ RBL സൂപ്പർ കാർഡിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, നിങ്ങൾക്ക് നോർമലി ഒരു RBL ബാങ്കുകാരെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് ഏറ്റവും പ്രീമിയം കാർഡ് എടുക്കാനൊക്കെ നോക്കി. വേൾഡ് ക്ലാസ് ഒരു കാർഡൊക്കെ ഉണ്ട്, അതിന് 3,000 രൂപയ്ക്കാണ് ജോയിനിങ് ഫീസൊക്കെ വരുന്നത്. അതൊന്നും എടുക്കണ്ടോ. ഒരു ബെനിഫിറ്റ് ഡിഫറൻസും ഇല്ല, ജസ്റ്റ് ഒരു പോയിന്റിൻ്റെ റിവാർഡ് പോയിന്റ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോരാത്തിന് വേറെ റിവാർഡ് പോയിന്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വേറെ റിഡംഷൻ ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ആക്ച്വലി ഇത് ഭയങ്കര വേസ്റ്റാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് കാർഡ്, അതായത് 499 രൂപയുടെ കാർഡ് മതി എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്ന് വെച്ചാൽ അവർ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കും അവരെ പ്രീമിയം കാർഡ്സ് സെല് ചെയ്യാൻ. എന്ന് വെച്ചാൽ വൻ നഷ്ടമാണ് പ്രീമിയം കാർഡ് എടുത്തു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റും ആക്ച്വലി ഇതിൻ്റെ പ്രീമിയം കാർഡ്സിന് ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 499 കാർഡ് എടുത്താൽ മതി. മാക്സിമം പോയി കഴിഞ്ഞാൽ തന്നെ 999 കാർഡ് എടുക്കുക. അതും ശരിക്കും നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 499 കാർഡിന് ധാരാളമാണ്. എൻ്റെ ആക്ച്വലി എനിക്ക് ആദ്യം തന്നത് 999 കാർഡായിരുന്നു. ഞാൻ പിന്നെ 1 year മാറ്റി കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞിട്ട് ഞാനത് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് നോർമൽ നമ്മുടെ 499 കാർഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവരുടെ പേരൊക്കെ ഉണ്ട്, പ്ലാറ്റിനം വാല്യൂ, പ്ലാറ്റിനം, അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട്. കുറേ ഞാൻ പറഞ്ഞല്ലോ കുറേ വേരിയൻ്റ് ഉണ്ട് അവർക്ക്. ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവരെ ഞാൻ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്തു. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ IT കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തു. എനിക്ക് ഇത്ര കാലമായി നമ്മൾ ഉപയോഗിക്കുന്നു, കറക്റ്റായിട്ട് പേയ്മെൻറ്റും അതുപോലെ തന്നെ എനിക്ക് ഇത്ര സിവിൽ സ്കോർ ഉണ്ട്, ഇതൊക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളിവിടെ കോൺടാക്ട് ചെയ്തിരുന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആക്ച്വലി അവരുടെ ആപ്പിൽ തന്നെ
നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വന്നു. അതായത് നമ്മൾക്ക് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വന്നു. ഓൾമോസ്റ്റ് ഒരു എനിക്ക് പെർസെൻ്റ് ഉണ്ടായിരുന്നത് 67,500 ആയിരുന്നു. അത് ഒരു 1,55,000 സംതിങ് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കാം. ഞാനപ്പോൾ അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അത് നിങ്ങൾക്ക് ഓൾറെഡി കാണിക്കും. അപ്പോൾ നമ്മളത് എനിക്കത് ഓഫർ അപ്പോൾ തന്നെ വന്നിട്ട് ഇങ്ങനെ ഞാൻ എങ്ങനെ ഒരു ആക്ച്വലി ഇമെയിൽ അയച്ചുള്ളൂ. അയച്ചതിന് ശേഷം അവരെന്ന് പക്ഷേ റിപ്ലൈ വന്നു. നമുക്ക് ഓട്ടോമാറ്റിക് ഒരു റിപ്ലൈ അവരെ നോർമലി ഇതൊക്കെ അയച്ചു കഴിഞ്ഞാൽ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഒരു റിപ്ലൈ വന്നു, നമ്മളത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചെന്ന് തോന്നിയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആപ്പിൽ ഒരു പ്രാവശ്യം ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ വൈസ് വന്നിരിക്കുന്നത്. കാർഡിൽ തന്നെ ഓഫർ വൈസ് വന്നു. നമ്മൾ കാർഡിൽ കൂടെ തന്നെ ഇൻക്രീസും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടാണ്. മെസ്സേജും അതുപോലെ തന്നെ ഇമെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അപ്പോൾ നമ്മളത് അങ്ങനെ നമുക്ക് ഓഫർ ആക്ച്വലി ഞാൻ പറഞ്ഞു വന്ന ആക്ച്വലി നമുക്ക് ഇങ്ങനെയും നമുക്ക് ഓഫർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് ഇങ്ങനെ അവരുടെ കസ്റ്റമർ കെയറിനെ കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഓഫർ എടുക്കാൻ പറ്റൂട്ടാ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻകം ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ, ഇപ്പോൾ വൺ കാർഡിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വേണമെങ്കിൽ. പിന്നെ ഇത് ഇമെയിൽ അയക്കാനായിട്ട് മുമ്പ് മിനിമം കാർഡ് 6 മാസമെങ്കിലും പഴയതായിരിക്കും കേട്ടോ. കിട്ടിയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇമെയിൽ അയച്ചിട്ട് കാര്യമില്ല. നോർമലി 6 മാസമായാലും ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നില്ല, ഒരു 8 മാസം കഴിഞ്ഞിട്ടൊക്കെ നോർമലി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ പ്രത്യേകിച്ച് ഓൾഡ് കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് പിന്നെ ഇങ്ങനെ അയക്കാനായിട്ട് മുമ്പ് നോക്കാനുള്ള സിബിൽ സ്കോറാണ്. സിബിൽ സ്കോർ കുറവാണെങ്കിൽ അവർ തരില്ല കേട്ടോ, ലിമിറ്റ് ഇൻക്രീസ് തരില്ല. അത് ബാധകമാണ്. ശരിക്കും സിബിൽ സ്കോർ കുറവാണെങ്കിൽ കാർഡിൻ്റെ ലിമിറ്റ് കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നോക്കിയിട്ട് വേണം നമുക്ക് അയക്കാൻ കേട്ടോ. അപ്പോൾ ആക്ച്വലി നമുക്കൊരു ഈ ന്യൂസ് ഷെയർ ചെയ്യാൻ ആക്ച്വലി വന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം.